ഗൈസ്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയും അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വീഡിയോയും ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. 90% ആൾക്കാരും ബൈക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കല്ലേ. അവർക്കെല്ലാവർക്കും മെയിൻ ആയിട്ട് വേണ്ട ഒരു ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽമെറ്റ് ആണ് അല്ലേ. അപ്പം ഹെൽമെറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇത് ടിവ്രയുടെ ഹെൽമെറ്റ് ആണ്. ഞാൻ ഏകദേശം 1 year ആയിട്ട് ഈ ഒരു ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. നമുക്ക് ഈ ഒരു ഹെൽമെറ്റിന്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയെന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ഈ ഒരു ഹെൽമെറ്റ് പർച്ചേസ് ചെയ്യാൻ പോയപ്പോഴേ ചെക്ക് ചെയ്തരും സർട്ടിഫിക്കേഷൻ ആണ്. ഈ ഹെൽമെറ്റ് ഏകദേശം 2 സർട്ടിഫൈഡ് ആണ് വരുന്നത്. ഒന്ന് ISI സർട്ടിഫൈഡും മറ്റൊന്ന് ഡോട്ട് സർട്ടിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. സെക്കൻഡ് തിങ്, ലോക്കിംഗ് സിസ്റ്റം ആണ്. നമ്മുടെ ഈ ഒരു ഹെൽമെറ്റിൽ വരുന്നത് ഡബിൾ ഡെയറിംഗ് ലോക്കിംഗ് സിസ്റ്റം ആണ് ഈ ഒരു ഹെൽമെറ്റിൽ വരുന്നത്. അതേപോലെ തന്നെ നോർമലി മറ്റുള്ള ഹെൽമെറ്റിൽ നമ്മുടെ ക്ലിപ്പ് ടൈപ്പ് ലോക്കിംഗ് സിസ്റ്റം വരാറുണ്ട്. അങ്ങനെ ഒരു ലോക്കിംഗ് സിസ്റ്റത്തിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൈ ചാൻസ് ആക്സിഡന്റ് ആവുന്ന ടൈമിൽ നമ്മൾ ഹാർഡായിട്ട് എവിടെയെങ്കിലും ചെന്ന് ഇടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ ലോക്കിംഗ് സിസ്റ്റം പൊട്ടാനും അതേപോലെ തന്നെ അല്ലെങ്കിൽ ഊരി പോകാനും ചാൻസസ് കൂടുതലാണ്. അപ്പോഴേക്കും നമ്മുടെ ഹെൽമെറ്റ് റിമൂവ് ആയി നമ്മുടെ സേഫ്റ്റി ഭയങ്കര ഷോക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. ഇതിന്റെ പാഡിംഗ് ആണ്. ഇതിൽ നമ്മൾ നോർമലി വരുന്ന ഹെൽമെറ്റിന്റെ പാഡിങ്ങിൽ മോസ്റ്റ് ഓഫ് ദ പാഡിങ്സും നോർമൽ പാഡിംഗ് ആയിരിക്കും വരുന്നത്. ഇതിൽ നമ്മുടെ ഈ ഒരു ടിവ്രയുടെ ഈ ഒരു ഹെൽമെറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി ബാക്ടീരിയൽ പാഡിംഗ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സമ്മർ ടൈമിൽ റൈഡിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യാനൊക്കെ ചാൻസസ് കൂടുതലാണ്. ആ ഒരു ടൈമിൽ നമ്മുടെ ഈ ഒരു പാഡിങ് നമുക്ക് കൂടുതലും കംഫർട്ടും തരും. അതേപോലെ തന്നെ നമുക്ക് സൈഡിലൊന്നും ഇച്ചിങ്ങും സ്ക്രാച്ചസും അതായത് ചൊറിച്ചിലൊന്നും ഉണ്ടാവാതിരിക്കാൻ കൂടുതൽ ഹെൽപ്ഫുൾ ആണ് നമ്മുടെ ഈ ഒരു ആന്റി ബാക്ടീരിയൽ പാഡിംഗ്. ഫോർത്ത് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഹെൽമെറ്റ് ഒരു ടൂറിംഗ് ഹെൽമെറ്റ് ആണ്. അപ്പം നമുക്ക് ഈ ഒരു ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ഒരു 10 hours ഒക്കെ ചിലപ്പോൾ ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു വെയിറ്റ് ഉള്ള ഒരു സാധനം എടുത്ത് തലയിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, നമ്മുടെ നെക്കൊക്കെ ഭയങ്കര പെയിൻ ആയിരിക്കത്തില്ലേ. നമ്മുടെ ഈ ഒരു ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് തന്നെയാണ്. ഈ ഒരു ഹെൽമെറ്റ് പർച്ചേസ് ചെയ്തുള്ള ഏകദേശമുള്ള 90% ആൾക്കാരും പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ലൈറ്റ് വെയിറ്റിനെ കുറിച്ചാണ്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ചുമ്മാ ഒരു പൂ എടുത്ത് തലയിൽ വെച്ച് പോകുന്ന ഒരു ഫീലാണ് നമുക്ക് ഈ ഹെൽമെറ്റ് എടുത്ത് വെച്ച് പോകുമ്പോൾ. ഫിഫ്ത്ത് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഹെൽമെറ്റിന്റെ വിസിബിലിറ്റിയാണ്. ബാക്കിയുള്ള ഹെൽമെറ്റ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ ഹെൽമെറ്റിന്റെ കളർ എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു പ്രത്യേകതയുള്ള ഒരു കളറാണ്. ഐ മീൻ വേറൊരു ഹെൽമെറ്റിൽ ഞാൻ ഈ ഒരു കളർ കണ്ടിട്ടില്ല. അപ്പം ഈ ഒരു ഹെൽമെറ്റ് എവിടെ നിന്നാലും പെട്ടെന്ന് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നൈറ്റിൽ നമ്മൾ റോഡിൽ കൂടി റൈഡ് ചെയ്യുന്ന ടൈമിലായി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഓപ്പോസിറ്റ് വരുന്നതോ അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് വരുന്ന ആൾക്കാർക്കും നമ്മൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു റൈഡർ പോകുന്നുണ്ടെന്നുള്ള രീതിക്ക് നമ്മളെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വിസിബിലിറ്റി കാര്യത്തിൽ പെർഫെക്റ്റ് ആണ്. സിക്സ് തിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഹെൽമെറ്റിൽ ഏകദേശം 8ഓളം എയർ വെന്റ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സമ്മർ ടൈമിൽ റൈഡ് ചെയ്യുമ്പോഴത്തേക്കൊന്നും നമുക്ക് വലിയ ഡിസ്കംഫർട്ട് ഒന്നും തോന്നുന്നില്ല. നമുക്ക് അത്യാവശ്യം നല്ല ബ്രീത്തിങ്ങും നമ്മുടെ എയർ വെന്റിലേഷനൊക്കെ അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ ഈ ഒരു ഹെൽമെറ്റിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു ഹെൽമെറ്റിൽ പാഡിങ്ങിൽ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മുടെ നോർമലി എല്ലാ ഹെൽമെറ്റിലും നോർമൽ പാഡിങ്സ് ആയിരിക്കും വരുന്നത്. ഈ ഒരു ഹെൽമെറ്റിന്റെ പാഡിംഗ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ഗ്രാഫിക്സ് ഒക്കെ കൊടുത്ത് നല്ലൊരു ബ്യൂട്ടിഫുൾ രീതിയിലാണ് നമ്മുടെ ഇതിന്റെ ഒരു പാഡിങ്ങും ചെയ്തത്. ഞാൻ റീസെന്റ് ഒരു റൈഡ് പോയ ടൈമിൽ എനിക്ക് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. ആ ഒരു ടൈമിൽ എന്നെ ഏറ്റവും കൂടുതൽ ഫുൾ ചെയ്തത് ഈ ഒരു ഹെൽമെറ്റ് ആണ്. അങ്ങനെ ഒരു ക്രെഡിറ്റും കൂടി ഈ ഒരു ഹെൽമെറ്റിനുണ്ട്. അപ്പൊ നിങ്ങളൊരു ഹെൽമെറ്റ് പർച്ചേസ് ചെയ്യാൻ നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഹെൽമെറ്റും കൂടെ എന്തായാലും നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്തോ. നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടുത്തില്ല ഈ ഒരു ഹെൽമെറ്റ്. അപ്പൊ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവിടം വരെ ബൈ.